യുദ്ധത്തിൽ വീരചരമമടഞ്ഞ ജവാന്മാരോടുള്ള ആദരസൂചകമായി ഒരുക്കിയ വീരസൈനിക സ്മാരകം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നാടിന് സമർപ്പിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികരോടുള്ള ആദരം പ്രകടിപ്പിക്കാനായതിൽ നഗരസഭയ്ക്കും പ്രത്യേകിച്ച് തനിക്കുമേറെ സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞു. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലെ വാഗ്ദാനമാണ് റിപ്പബ്ലിക് ദിനത്തിൽ യാഥാർത്ഥ്യമാക്കിയതെന്നും കൂട്ടിച്ചേർത്തു. എക്സ്-സർവീസ്മാൻ്റെ കുടുംബാംഗങ്ങളെ എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഞാനൊരു എക്സ്-സർവീസ്മാൻ്റെ മകളായതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമായിരുന്നു ഇത്തരത്തിലൊരു ഇവിടെ യുദ്ധസ്മാരകം കൊണ്ടുവരണമെന്ന്. 2018 കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുത്തതാണ്. പക്ഷേ എന്തോ കാരണവശാൽ നമ്മുടെ കോവിഡും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ. ഒരു ചിരകാല അഭിലാഷം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എക്സ്-സർവീസ്മാൻ്റെ എല്ലാ ഭാരവാഹികളും, കൃഷ്ണകുമാർ സാർ ഉണ്ട്, അതുപോലെ തന്നെ സുധാകരൻപിള്ള സാറുണ്ട്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു എക്സ്-സർവീസ്മാൻ്റെ എല്ലാ സംഘടനകളിലും എല്ലാ നേതാക്കന്മാരെയും ഞാൻ നിറകൈകളോടെ ഞാൻ കൂപ്പുകൈ നിങ്ങൾക്ക് തരികയാണ്. കാരണം വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അതിലേറെ സന്തോഷം. ജില്ലയിൽ ഇതാദ്യമായാണ് യുദ്ധസ്മാരകം ഉയരുന്നത്. ഡൽഹിയിലെ അമർ ജവാൻ ജ്യോതി മാതൃകയിലാണ് സ്മാരകം ഉയർന്നിരിക്കുന്നത്. തിരിച്ച് കുത്തനെ വെച്ച തോക്കും അതിനു മുകളിൽ സൈനിക തൊപ്പിയുമാണ് സ്മാരകത്തിന്റെ പ്രധാന ഭാഗം. വീർ ജവാൻ, അമർ ജവാൻ തുടങ്ങിയ ഹിന്ദി വാക്കുകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്മാരകത്തിൽ സൈനികരും വിരമിച്ച സൈനികരും പൊതുജനങ്ങളും പുഷ്പങ്ങൾ അർപ്പിച്ച് അഭിവാദ്യം ചെയ്തു. ചെറിയ കോട്ട മൈതാനത്ത് രക്തസാക്ഷി മണ്ഡപത്തിനോട് ചേർന്നാണ് വീരസൈനിക സ്മാരകം പണിതിരിക്കുന്നത്. താമസിക്കാതെ കരനാവിക വ്യോമസേനയിൽ മെഡലുകൾ നേടിയ പാലക്കാട്ടുകാരുടെ പേരുകളും സ്മാരകത്തിൽ ഉൾപ്പെടുത്തും. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് 80 ജവാന്മാരുടെ പേരുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു. കോട്ടമൈതാനം രണ്ടാംഘട്ട നവീകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധസ്മാരകമൊരുക്കിയത്. 10 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. UTV ന്യൂസ്, പാലക്കാട്.